ഹായ്. കിളിമീൻ പല പേരുകൾ പറയുന്നുണ്ട്. ഇവിടെ കിളിമീൻ എന്നാണ് പറയുന്നത്. അപ്പം കിളിമീന് ഞാനിന്നൊന്ന് മുളകിട്ട് വെക്കാൻ പോവാണേ. നല്ല ടേസ്റ്റാണ് മുളകിട്ട് വെച്ചാൽ. തേങ്ങ അരച്ചും വറുക്കാം, പല രീതിയിലൊക്കെ വയ്ക്കാം. തേങ്ങ വറുത്തരച്ചും പച്ചക്കരച്ചും ഒക്കെ വയ്ക്കാറുണ്ട് ഇവിടെ. ഇന്ന് ഞാനിത് മുളകിട്ട് വറുക്കുകയാണ്. മുളകിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുളകിട്ട കറിയാണ് ഈ കിളിമീൻ വാങ്ങിച്ചാൽ ഇവിടെ ഏറ്റവും ഇഷ്ടം. പിന്നെ അല്ലെങ്കിൽ വറുക്കണം. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ മുളകിട്ട് വെക്കാൻ പോവാണ്. മുളകിട്ട് വറുക്കാമെന്നാണ് വായിക്കാത്ത വരുന്നത്. മുളകിട്ട് വെക്കാൻ പോവാണ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കഷ്ണമാക്കി വെക്കണം. അതിന് കുറച്ച് സാധനങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പം മീൻ കറി മുളകിട്ട് വയ്ക്കാനായിട്ട് ഞാൻ മീൻ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ്. നമുക്ക് മീൻ മുളകിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഇത്രയും എടുക്കുന്നില്ല, ഇത്രയും ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ വേണം. ഞാനിത് കുറച്ച് കൂടുതൽ ഉള്ളി എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ തൊളിച്ചു വെച്ചതാണ്. പക്ഷേ ഈ അരിഞ്ഞു വെച്ചേക്കുന്നതേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഇത്രയും മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്രയും ഉള്ളിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ആദ്യം ഇതിൻ്റെ പരിപാടി തുടങ്ങേണ്ടത്, ആദ്യം ഇതൊന്ന് കടുക് വറക്കണം. അതിന് ശേഷമേ ഈ ഉള്ളിയൊക്കെ എണ്ണയിലേക്ക് ഒഴിക്കത്തുള്ളൂ, എണ്ണയിലേക്ക് ഇടത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കടുക് വറക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടണം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ, ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിന് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരണം. അതുവരെ ഇതൊന്ന് മൂപ്പിക്കണം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഞാൻ ശകലം ഉപ്പിട്ടു. ഇനി നമുക്ക് വേണ്ട, ഞാൻ കലക്കി വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ കലക്കിയതാണ്. ഇത് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞു വരണം. അന്നേരം നമുക്ക് പുളിവെള്ളം ചേർക്കാം. ഇതുണ്ട്, ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി അത് വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിരിക്കുമല്ലായിരുന്നു, ആ പുളിയും വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ്, ഇപ്പം പുളി കൂടുതലാണെങ്കിൽ നമുക്ക് ഈ പുളി ഇതിനകത്തു നിന്ന് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളേ. മൊത്തം മാറ്റണ്ട. ഇനി പുളി കൂടിപ്പോയി എന്നൊക്കെ തോന്നിയാൽ നമുക്ക് ഇതുപോലെ കഷ്ണം എടുത്തൊക്കെ മാറ്റിയാൽ മതി. അപ്പം പുളി ഇറങ്ങുകയും ചെയ്യും, എന്നാൽ കൂടുതൽ ഇരുന്നങ്ങോട്ട് പുളിക്കത്തുമില്ല. ഇനി നമുക്ക് ഇതിന് തൊട്ടൊരു സ്വല്പം കൂടെ വെള്ളം ചേർക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇതിനോട്ടൊന്ന് ചേർക്കാം. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ചേർക്കാം. ശകലം വെള്ളം കൂടെ ചേർക്കാം. മീനാണെങ്കിൽ കുറവായിരുന്നല്ലോ, അതുകൊണ്ട് ഇത്രയും വെള്ളം മതി. ഇതിനി ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. ഇത് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണം ഇടാം. ഇതിനകത്ത് കിടന്ന് മീൻ വേവട്ടെ.
ഇനി നമുക്ക് ചാറ് കുറച്ചുകൂടെ ഒക്കെ വേണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. പക്ഷെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് ഇത്ര ഇങ്ങനെ കുറുകിയൊക്കെ ഇരിക്കണം, എന്നാലേ അതിന്റെ ഒരു സ്വാദും ആ ഒരു ഭംഗിയും ഒക്കെ വരത്തുള്ളേ. പിന്നെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. പക്ഷെ ഞാനിപ്പം ഇത് ചോറിനായതുകൊണ്ട് ഇതിന്റെ ചെറിയ ചാറും ഒക്കെ മതി നമുക്ക് കഴിക്കാൻ. ഞാൻ ഇത് ഒന്ന് തിളക്കട്ടെ, ഇനി മീൻ കഷ്ണം ഒന്ന് വേവട്ടെ ഇതിനകത്ത് കിടക്കും. വേണ്ട, ഞാനിത് വെളിച്ചെണ്ണയുണ്ട് കറിവേപ്പിലയുണ്ട്, രണ്ടും കൂടെ സ്പൂണിലോട്ട് തവിയിലോട്ട് ഇട്ടങ്ങ് ഒഴിച്ചങ്ങ് നമ്മുടെ മീൻ കറി മുളകിട്ട് വെച്ചത് റെഡിയായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടോ, നല്ല മണം. ഹരിയേട്ടൻ എനിക്കിവിടെ വീഡിയോ എടുത്തോണ്ട് വരുന്നത്. ഹരിയേട്ടൻ പറയാം നല്ലവണ്ണം മണക്കുന്ന മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറങ്ങോട്ട് എടുത്ത് ചോറിലോട്ട് ഈ ചാറൊഴിച്ച് കഷ്ണം കൂട്ടി ഒന്ന് കഴിച്ചേ, അടിപൊളിയാണേ. ഇത് ഏത് മീൻ വേണേലും അങ്ങനെ ചെയ്യാം. ഇവിടെ കിളിമീൻ കിട്ടിയാൽ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വറക്കും. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരണേ.